ഏറ്റവും പുതിയ ഡിസൈനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ, ഏറ്റവും മികച്ച ഓഫറുകൾ. ഓൺലി അറ്റ് റിഗാലിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. ശ്രീ ശങ്കരാചാര്യർക്കു ശേഷം കേരളം കണ്ട മഹാപ്രതിഭാശാലിയാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എന്ന് പ്രൊഫസർ PC മുരളി മാധവൻ പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വം നാരായണീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് വൈകിട്ട് 6-ന് ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷത വഹിച്ചു. നാരായണീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ പ്രബന്ധരചന, നാരായണീയം ദശകപാഠ മത്സര വിജയികൾക്ക് പാരിതോഷികങ്ങൾ നൽകി. ദേവസ്വം ഭരണസമിതി അംഗം C മനോജ് സ്വാഗതവും പബ്ലിക്കേഷൻ അസിസ്റ്റന്റ് മാനേജർ KG സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു. കൃഷ്ണനാട്ടത്തിന് ആധാരമായിരിക്കുന്ന സാഹിത്യകൃതി കൃഷ്ണഗീതിയും അതുപോലെ തന്നെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് എഴുതിയ നാരായണീയം എന്ന് പറയുന്ന സ്തോത്ര കാവ്യരത്നവും ആണ്. അതുകൊണ്ട് രണ്ടാമത്തേത് മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല, പഴക്കം കൊണ്ട് നാരായണീയമാണ് ആദ്യം. മേൽപ്പത്തൂര് മരിക്കുന്ന സമയത്ത് മാനവേദന 7 വയസ്സാണ്. കൃഷ്ണനാട്ടം എഴുതിയ, കൃഷ്ണഗീതി കാവ്യം എഴുതിയ മാനവേദ സാമൂതിരിക്ക് 7 വയസ്സാണ്. മേൽപ്പത്തൂര് 80 വയസ്സ് വരെ ജീവിച്ചു, 96 വയസ്സ്, 120 വയസ്സ് വരെ ജീവിച്ചു എന്നൊക്കെ പല കഥകളുമുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നാരായണീയം എഴുതി അവതരിപ്പിച്ച് 436 വർഷമായെങ്കിൽ അതിൽ 27 വയസ്സ് കൂടെ കൂട്ടിയാൽ, 27 വർഷം കൂടെ കൂട്ടിയാൽ അതാണ് മേൽപ്പത്തൂരിന്റെ യഥാർത്ഥ ജനനതീയതി. അന്താരാഷ്ട്ര നിലവാരമാർന്ന 100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്, ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ്, പ്ലാറ്റിനം പോലെ സിൽവർ, ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്, ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി.